ഈ സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞതും ആ വിധിയോട് ആർലേക്കർക്ക് വലിയ അസഹിഷ്ണുതയുണ്ടാവാനുള്ള കാരണവും ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ പദ്ധതിയിൽ ഒരു വലിയ വിള്ളൽ വീണിരിക്കുന്നു എന്നുള്ളതാണ് അടിസ്ഥാനമായിട്ടുള്ള വിഷയം. കാരണം ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് ഭരണഘടനയുടെ ധാർമ്മികതയെയും ജനാധിപത്യത്തെയും എങ്ങനെ അട്ടിമറിക്കാം എന്നുള്ളതിന് ഏറ്റവും നല്ല ഗവേഷണം നടത്തിയ സർക്കാർ മോദി സർക്കാരാണ്. നേരത്തെയുള്ള ഇന്ദിരാഗാന്ധി സർക്കാരൊന്നും അതിൽ നിന്ന് വിഭിന്നമൊന്നും ആയിരുന്നില്ലെങ്കിലും ഇത്രമേൽ ഭരണഘടനാപരമായ സ്ഥാപനങ്ങളെ തന്നെ ഉപയോഗിച്ച് ഭരണഘടന അട്ടിമറിക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ആഴമേറിയ ഗവേഷണം സംഘപരിവാർ സർക്കാർ ചെയ്തിട്ടുണ്ട്, മോദി സർക്കാർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ആർട്ടിക്കിൾ 356 ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളെ പിരിച്ചുവിടുന്ന ഗവർണറുടെ അധികാരങ്ങളാണ് പരമാവധി കോൺഗ്രസ് സർക്കാരുകൾ ഉപയോഗിച്ചിരുന്നതെങ്കിൽ അതിനും അപ്പുറത്തേക്ക് ഭരണഘടനയുടെ ലാപ്സസുകൾ കണ്ടെത്തി അവിടെ കേന്ദ്രത്തിൽ നിന്ന് വിഭിന്നമായ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിനെ പാരലൈസ് ചെയ്യാൻ, തളർത്താൻ വേണ്ടി എങ്ങനെയാണ് ഈ ഗവർണറെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നതിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ് പഞ്ചാബിലെ ബൻവാരിലാൽ പുരോഹിത്, കേരളത്തിലെ ആരിഫ് മുഹമ്മദ് ഖാൻ, തെലങ്കാനയിലെ തമിഴ് ഇസൈ സുന്ദർരാജൻ, വെസ്റ്റ് ബംഗാളിലെ ഈ ജഗദീപ് ധൻകർ, തമിഴ്നാട്ടിലെ RN രവി. ഈ സുപ്രീം കോടതി വിധിയോടുകൂടി ആ പദ്ധതി പൊളിയുന്നു. സംഘപരിവാറിൻ്റെ ഒരു രാഷ്ട്രീയ പദ്ധതി പൊളിഞ്ഞു എന്നതിലെ അസഹിഷ്ണുതയാണ് ഇന്ന് ആർലേക്കർ ഹിന്ദുസ്ഥാൻ ടൈംസിലൂടെ പ്രകടിപ്പിച്ചത്.